ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ജയം റദ്ദാക്കി ഹൈക്കോടതി. UDF സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാറിന്റെ ഹർജിയിലാണ് LDF സ്ഥാനാർത്ഥിയായി ജയിച്ച എ രാജയുടെ വിജയം റദ്ദാക്കിയത്. പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാണ് രാജയെന്നും പട്ടികജാതി സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയില്ല എന്നുമുള്ള ഹർജിയിലെ വാദം കോടതി അംഗീകരിച്ചു. ജസ്റ്റിസ് പി സോമരാജന്റേതാണ് ഉത്തരവ്. എന്നാൽ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന ഡി കുമാറിന്റെ ആവശ്യം കോടതി തള്ളി. കോടതി വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് എ രാജ പറഞ്ഞു. ദേവികുളത്തെ ജനങ്ങളുടെയും ദൈവത്തിന്റെയും വിജയം എന്നായിരുന്നു ഹർജിക്കാരനായ ഡി കുമാറിന്റെ പ്രതികരണം. അത് അന്ന് ഈ ഭരണകക്ഷിക്കാരല്ലേ ഇന്ന് നമുക്കറിയാമല്ലോ, അവർക്ക് എന്തും ആകാമല്ലോ. അപ്പൊ ഭരണകക്ഷിക്കാരായതുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അത് ഉദ്യോഗസ്ഥന്മാർ അംഗീകരിച്ചു. അതിന്റെ പേരിലാണ് അന്ന് രാജയുടെ നോമിനേഷൻ അംഗീകരിച്ചത്. അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഓരോരോ രേഖയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. അതാണ് ദൈവത്തെ ജനങ്ങളും ദൈവവും എനിക്ക് കൂടെ ഉണ്ട്. അതാണ് എനിക്ക് ഈ വിജയം കിട്ടിയിരിക്കുന്നത്. ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ UDF മിന്നുന്ന വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സുവി, ഹൈക്കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ നടത്തിയത്? അഭിലാഷ്, ദേവികുളം MLA എ രാജയുടെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു വിധി പുറത്തു വന്നത്. UDF സ്ഥാനാർത്ഥിയായ ഡി കുമാറാണ് കോടതിയെ സമീപിച്ചത്. പരിവർത്തിത ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടയാളാണ് ഈ എ രാജ എന്ന് കോടതി കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റ് ശരിയല്ല എന്നാണ് പറയുന്നത്. ദേവികുളം തഹസിൽദാരാണ് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. അത് ശരിയല്ല. സംവരണ സീറ്റിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ അർഹതയില്ല എന്നും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ജസ്റ്റിസ് സോമരാജാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ദേവികുളം തഹസിൽദാർ സമർപ്പിച്ച ജാതി സർട്ടിഫിക്കറ്റ് ശരിയല്ല. അത് പ്രകാരം SC, അതായത് സംവരണ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. എ രാജയ്ക്ക് ഹിന്ദു പറയ വിഭാഗത്തിൽ ഉൾപ്പെട്ട പട്ടികജാതിക്കാരനാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോടതി. രാജയും പിതാവ് ആന്റണിയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ജനനം, മാമോദിസ, വിവാഹം, മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എന്നിവയ്ക്ക് ക്രൈസ്തവ സഭയായ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ആചാര രീതികളും വിശ്വാസങ്ങളുമാണ് പിന്തുടരുന്നത് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ രാജയുടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എ രാജ അപ്പീൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഡിവിഷൻ ബെഞ്ചിനെയാണോ സുപ്രീം കോടതിയെയാണോ സമീപിക്കുക എന്നത് അല്പസമയത്തിനകം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും വിധിപ്പകർപ്പ് ഇനിയും പുറത്തു വന്നിട്ടില്ല. കോടതി പറഞ്ഞ നിരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും LDFന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് എ രാജയുടെ ഈ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്. വിനോദ് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, സുവി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി കൂടിയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടേത്, ദളിത് വിഭാഗങ്ങളുടേത്, പിന്നോക്ക വിഭാഗങ്ങളുടേത് ഒക്കെ സുരക്ഷിതത്വവും ക്ഷേമവും ഒക്കെയാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരും CPM ഒക്കെ മാപ്പ് പറയണം, ക്ഷമ ചോദിക്കണം എന്ന തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് CPIM നടത്തിയത്, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളെ എന്ന്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയമായി CPIMന് തിരിച്ചടിയാകുന്ന ഒരു പശ്ചാത്തലമില്ലേ? തീർച്ചയായും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി തന്നെയാണ് UDF കാണുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്, പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവിടെ സംവരണ മണ്ഡലമാണ്, സംവരണ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അവിടെ അർഹതപ്പെട്ട ഒരാൾ മത്സരിക്കേണ്ട സാധ്യതയാണ് ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു CPM. ഒരു തിരഞ്ഞെടുപ്പിലേക്ക്, ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ
ഉറപ്പായും അവിടെ UDF വിജയിക്കും. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് VD സതീശൻ പറയുന്നു. അപ്പോഴും അവിടെ ഒരു തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമോ എന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിധി വന്നാൽ ഡിവിഷൻ ബെഞ്ചിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കോ അപ്പീൽ പോകും. അതിനുശേഷമായിരിക്കും ഇതിലൊരു തീർപ്പുണ്ടാകുക. ഇത് ആ നിലയ്ക്ക് തന്നെയായിരിക്കും CPM ഈ കേസിനെ കൈകാര്യം ചെയ്യാൻ ഇടയുള്ളതും. CPMന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. രാജയും ഇതുവരെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമായി ചർച്ച ചെയ്ത ശേഷം ഒരു പ്രതികരണം നടത്താം എന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ CPM എന്ത് നിലപാട് സ്വീകരിക്കും അത് ഉറപ്പായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിധിക്കെതിരെ മുന്നോട്ട് പോവുക എന്നതാണ്. പരിവർത്തിത ക്രൈസ്തവൻ എന്ന നിലയ്ക്കുള്ള രാജയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ രേഖ അത് വ്യാജമെന്നായിരുന്നു പരാതി. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത്. UDFന്റെ D കുമാറായിരുന്നു അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജയ്ക്കെതിരെ അവിടെ മത്സരിച്ചത്. ഏതായിരുന്നാലും ഇത് CPM ജനങ്ങളെ വഞ്ചിച്ചു എന്ന കാര്യം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ഒരു ആയുധമാക്കി ഈ വിഷയത്തെ മാറ്റാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വ്യക്തമാക്കിയത് അതാണ്. CPM ധൈര്യമായി വെല്ലുവിളിയോടുകൂടി അവിടെ ഒരു തിരഞ്ഞെടുപ്പിന് തയ്യാറായാൽ തങ്ങളും തയ്യാറാണ്. അവിടെ തൃക്കാക്കരയിൽ വിജയിച്ചതുപോലെ ദേവികുളത്തും വിജയിക്കാൻ കഴിയും എന്ന കാര്യം തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിനോദ്, തീർച്ചയായും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആ പ്രതികരണം കൂടി നമുക്ക് കേട്ടുവരാം. ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. CPM കേരളത്തിലെ പട്ടികജാതി സമൂഹത്തോട് മാപ്പ് പറയണം. പട്ടികജാതിക്കാരനല്ലാത്ത ഒരാളെ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മത്സരിപ്പിച്ചതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF ദേവികുളത്ത് വൻ വിജയം നേടും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഫാരിസ് അബൂബക്കറിന്റെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിലാണ് പരിശോധന. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. അഭിലാഷ്, കോഴിക്കോട് കൊയിലാണ്ടിയിലെ നന്ദിയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിലും ഒപ്പം തന്നെ കൊച്ചിയിലെയും ചെന്നൈയിലെയും അദ്ദേഹത്തിന്റെ ഓഫീസിലും ഒരേ സമയമാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കായി നിക്ഷേപിച്ച പണത്തിന്റെ സോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൽ കള്ളപ്പണ നിക്ഷേപമുണ്ട് എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. നമുക്കറിയാം, ഈ ഫാരിസ് അബൂബക്കറിന്റെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടക്കുന്നുണ്ടെന്ന് കാണിച്ച് PC ജോർജ് മുമ്പ് പരാതി നൽകിയതാണ്, ED ഉൾപ്പെടെ പരാതി നൽകിയതാണ്. നമുക്കറിയാം, ഈ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു കാലത്ത് വലിയ ചർച്ചയായത് ഇദ്ദേഹത്തിൻ്റെ CPM ബന്ധം ആരോപിച്ചുകൊണ്ടായിരുന്നു. CPM, അതായത് പിണറായി വിജയനുമായി വലിയ ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി ആ സമയത്തുണ്ടായിരുന്നു. എന്തായാലും അന്ന് ഇത് വലിയ ചർച്ചയാവുകയും ഈ ഫാരിസിൻ്റെ CPM ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം, അതായത് ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നത്. അദ്ദേഹം പക്ഷേ ഇപ്പോൾ ഈ സ്ഥലത്തില്ല. ഫാരിസ് അബൂബക്കർ ലണ്ടനിൽ എന്നുള്ളതാണ്, ഇപ്പോൾ ലണ്ടനിലാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പരിശോധന വൈകുന്നേരം വരെ തുടർന്നേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 3 സ്ഥലങ്ങളിലും, അതായത് ഒരേ സമയമാണ് പരിശോധന ആരംഭിച്ചത്. കൊയിലാണ്ടി നന്ദിയിലുള്ള വീട്ടിലും ഒപ്പം തന്നെ കൊച്ചിയിലുള്ള ഓഫീസിലും ചെന്നൈയിലുള്ള ഓഫീസിലും ഒരേ സമയമാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫാരിസ് അബൂബക്കറിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും അദ്ദേഹം പലരുടെയും ബിനാമിയാണ് എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ അടക്കം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു ചില ഇടതുബന്ധങ്ങളുള്ള സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയൊക്കെ തുടർന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണിപ്പോൾ ഈ റെയ്ഡ് എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ്, ഇയാളുടെ, അതായത് ഈ വിവാദ വ്യവസായിയായ ഫാരിസ് അബൂബക്കറിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ പ്രധാനമായും CPMന്റെ ഔദ്യോഗിക പക്ഷവുമായി ചേർന്നായിരുന്നു. അതായത് VS പിണറായി വിഭാഗീയത പാർട്ടിയിൽ രൂക്ഷമായിരുന്ന സമയത്ത് പിണറായി വിജയന് പൂർണ്ണമായ പിന്തുണ നൽകിയിരുന്നത് ഫാരിസ് അബൂബക്കറാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു. ഒപ്പം തന്നെ മാത്രമല്ല, ഈ ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിൽ തന്നെ ഇയാളുടെ, അതായത് ഫാരിസ് അബൂബക്കറിന്റെ പിതാവ് മരിച്ച സമയത്ത് കോഴിക്കോട് നന്ദിയിൽ ഉള്ള വീട്ടിൽ പിണറായി വിജയൻ എത്തുകയും അല്പസമയം അവിടെ 1 മണിക്കൂറോളം സമയം. ഞാൻ വിനേഷിലേക്ക് വരെ ഇപ്പോൾ ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, ഫാരിസ് അബൂബക്കറിന്റെ വിവിധ
ഓഫീസുകൾ അതോടൊപ്പം വീടുകളിലെല്ലാം ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു ഒരേ സമയത്ത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പ്രത്യക്ഷ രാഷ്ട്രീയത്തിലൊന്നും ഉള്ള ആളല്ല. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയ പകപോക്കൽ എന്നൊന്നും ആർക്കും വിശേഷിപ്പിക്കാനും സാധിക്കില്ല. എങ്കിലും ഈ റെയ്ഡ് പറയൂ. ഈ ഫാരിസ് അബൂബക്കർ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അയാള് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിലെ കിഡ്നി കച്ചവടക്കാരനായിരുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കച്ചവടം. ആ കിഡ്നി കച്ചവടത്തിൽ ഇയാളെ ഇപ്പം ശ്രീലങ്കയിൽ നിന്ന് മുങ്ങി കേരളത്തിലെത്തിയ ആളാണ്. ഇയാളുടെ വേറൊരു ബന്ധം കൂടെ പറഞ്ഞുതരാം. അയാളുടെ പെങ്ങളുടെ മകനാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പിണറായിയുടെ മന്ത്രി. മനസ്സിലായില്ലേ? അതായത് പിണറായിയുടെ ഒരു എല്ലാ ആളാണ് ഈ ഫാരിസ് അബൂബക്കർ. അയാളുടെ ഫാരിസ് അബൂബക്കറിന്റെ ബിനാമിയായിട്ടാണ് അയാളുടെ പെങ്ങളുടെ മകനെ പിടിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നത്. ഫാരിസ് അബൂബക്കറിന് വേറെ പ്രത്യേകത പറഞ്ഞുതരാം. ഈയിടെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നൊരു ദീപി പത്രം വിലക്കെടുത്തു. അതായത് നമ്മുടെ ഈ ദീപികയുടെ നമ്മുടെ അറക്കറ്റ് പിതാവ് ദീപികയുടെ ചെയർമാനായിട്ട് വന്ന് ഈളെ വൈസ് ചെയർമാനാക്കി ഈളെ കാശ് കുഴപ്പം പിതാവ് വാങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും 48 കോടി രൂപ ദീപികയുടെ അടിച്ചുകൊണ്ട് ഇളകി പോകും. എന്നുവെച്ചാൽ ദീപികയുടെ എറണാകുളത്തെ ആ വലിയ കെട്ടിട സ്ഥലം, തിരുവനന്തപുരത്തെ സ്ഥലം എല്ലാം മേടിച്ചു. ബാക്കി കാശായിട്ട് 10-27 കോടി രൂപ മേടിച്ചെന്നാണ് പറഞ്ഞത്. കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ വലിയൊരു തട്ടിപ്പ് വീരനാണ് ഈ ഫാരിസ് അബൂബക്കർ. അയാള് പിണറായിയുടെ ബന്ധം അറിയണമെങ്കിൽ പിണറായിയുടെ ഈ ഭരണം നടത്തുമ്പോൾ 17 അംഗ ടീമുണ്ട് ഫാരിസ് അബൂബക്കറിന്റെ. അതൊരു ഭയങ്കര എല്ലാം ഈ IS ഭീകരവാദികളെ പോലെ തന്നെയുള്ള പെരുമാറ്റമുള്ളവന്മാരാണ്. അവന്മാരാണ് പിണറായിയെ പരിശോധിക്കുന്നത്. പിണറായി അവർ ഒപ്പിയാൽ മാത്രമാണ്. എല്ലാവരും 2 അംഗം 3 അംഗം എന്നൊക്കെ ഒരു അംഗവും ഇപ്പം. അയാള് ഈ പിണറായിയുടെ മുമ്പിൽ കൈ കൊത്തിരിക്കുന്നതാണ്. ഫാരിസ് അബൂബക്കറിന്റെ അപ്പം മരിച്ചപ്പോ ഈ അടുത്ത കാലത്ത് പിണറായി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനമായിരുന്നു. മരിച്ചവർക്ക് പോയില്ല. ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം എന്നിട്ട് ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം 10 മിനിറ്റ് തീർത്തു. എന്നിട്ട് നേരെ അയാള് ഫാരിസിന്റെ വീട്ടിൽ പോയി 3 മണിക്കൂർ ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ കൊത്തിയിരുന്നു. അതായത് പാർട്ടിയേക്കായി വലുതായക്ക് ഫാരിസ് അബൂബക്കറാണെന്ന് അർത്ഥം. അങ്ങനെയുള്ള ഫാരിസ് അബൂബക്കറെ ഈ ഭരണമായിട്ട് എല്ലാ കാര്യവും അയാൾ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പോ ഒരു സംശയമില്ല, ദൈവാനുഗ്രഹമുണ്ട് ആളുകൾ മുഴുവൻ അവിടെ നിന്ന് കിട്ടുക. അതോടുകൂടി ഈളും പിണറായിയുടെ സൂക്കടൊക്കെ തീർന്നു കിട്ടുന്ന എന്റെ വിശ്വാസം. നമുക്ക് നോക്കാം. എനിക്കറിയത്തില്ല, നമുക്കറിയാം. ഏതായാലും ഒരു കിഡ്നി കച്ചവടക്കാരനെ എങ്ങനെ ഇത്ര വലിയ സമ്പന്നനായി എന്ന് അറിയട്ടെ. ഇത് എവിടുന്ന് അറിയണ്ടേ, എവിടുന്ന് ഉണ്ടായി എന്നറിയണ്ടേ? അപ്പൊ അതൊക്കെ അതായത് ഈ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം മാത്രമായി കണ്ടാൽ പോരാ എന്നുകൂടിയുണ്ടോ അഭിപ്രായം? സാമ്പത്തിക ആരോപണം മാത്രമല്ല, രാജ്യദ്രോഹ കുറ്റമാണ്. ഈ രാജ്യത്തെ വഞ്ചിക്കുന്ന കുറ്റം ചെയ്ത വ്യക്തിയെ നിയമമനുസരിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. കേന്ദ്ര ഏജൻസികളെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു, രാഷ്ട്രീയ വേട്ടയാടലിനടക്കം അങ്ങനെ പറയുന്നത് ന്യായം എന്താണ്? ഇതുപോലൊരു കൊള്ളക്കാരനെ വീട് വെയിൽ ചെയ്യുമ്പോ അങ്ങനെ പറയുന്നത് അർത്ഥമുണ്ടോ? ഒരു രാഷ്ട്രീയമില്ല ഇതിനകത്ത്. ഇത് വളരെ മാന്യമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനൊക്കെ ഉള്ള കൊള്ളക്കാരനൊക്കെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരണ്ടേ? ഞാനിതിപ്പോ തരുന്നതാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ദീപിക പോയപ്പോ അന്ന് ഞാൻ പത്രത്തിൽ നടത്തിയത് മുഴുവൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് വളരെ അന്ന് ദീപികയുടെ ജീവിതത്തിനായിട്ട് വെച്ച ഒരു അച്ഛനുണ്ട്. അയാൾ പെണ്ണുകെട്ടി പോയി. ഞാൻ അന്ന് പറഞ്ഞു പെണ്ണുകെട്ടി പോകുന്നു. അപ്പൊ എല്ലാവരും അച്ഛന്മാരെ പറ്റി ഇങ്ങനെ പറയാമെന്ന്. ഇപ്പൊ എല്ലാവരും പറഞ്ഞോട് അയ്യോ PCO പറഞ്ഞു ശരിയാണ്. അതായത് അച്ഛൻ പെണ്ണുകെട്ടി പോയി. ഇവന്റെ കമ്പനിയാണ് ഈ ഫാരിസ് അബൂബക്കറിന്റെ. ഇതിന് പറഞ്ഞാൻ വേണ്ട കാര്യമുണ്ടോ? ഇവനെയൊക്കെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ ഇത്ര നാൾ താമസിച്ചത് എന്താണെന്നാണ് എന്റെ സംശയം. തീർച്ചയായും ഇതേ ഫാരിസ് അബൂബക്കറിനെ CPMന്റെ തന്നെ ചാനലായ കൈരളി ചാനൽ ഇന്റർവ്യൂ നടത്തുകയും അന്ന് തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് നേരെയൊക്കെ കല്ലേറ് വരെ ഉണ്ടായ സംഭവം കൂടിയുണ്ട്. അത് ഞാൻ പറയാം. അതിന് സംഭവം എന്താ വെച്ചാൽ ഈ നമ്മുടെ VS അച്യുതാനന്ദൻ പത്രസമ്മേളനം നടത്തി വെറുക്കപ്പെട്ടവൻ വിളിച്ചു ഈ ഫാരിസ് അബൂബക്കറെ. ആ വൈരാഗ്യത്തിന് കൈരളി ചാനലിൽ ബ്രിട്ടാസ് ഇന്റർവ്യൂ, അതായത് 3 ദിവസം അത് 3-4 പ്രാവശ്യം അത് ടെലികാസ്റ്റ് ചെയ്തു. അതായത് അന്ന് VSനെ പറ്റി ഇത്രമാത്രം ചീത്ത ഒരുത്തം പറയാനില്ല, അറിയാവോ? അത്രമാത്രം ചീത്ത പറഞ്ഞു. VS പാർട്ടിയുടെ പൊളിപ്പുറപ്പൊരാൾ തുടങ്ങും. പിണറായി വിജയൻ ജയിക്കുന്നു. എന്തൊരു രാഷ്ട്രീയമായത്! അന്ന് VSനെ വളരെ മോശം ചീത്ത വിളിച്ച ആളാണ് ഈ ഫാരിസ് അബൂബക്കർ. ഇവനൊരു കൊള്ളക്കാരനാണെന്ന് എനിക്കൊരു മടിയില്ലെന്ന് പറയാൻ.
പക്ഷേ ശ്രീ പി സി ജോർജ്, താങ്കൾ ഈ തരത്തിലൊക്കെ പ്രതികരിക്കുമ്പോൾ പോലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ രാഷ്ട്രീയക്കാരുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധത്തിന്റെ ഏതെങ്കിലുമൊക്കെ എവിഡൻസുകൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇ ഡി എന്ന് പറയുമ്പം ഇ ഡിക്ക് അങ്ങനെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അപ്പൊ അവരെ നിയന്ത്രിക്കാൻ അങ്ങനെ മന്ത്രിമാരൊന്നും സ്വാധീനിക്കപ്പെടുന്ന പറയും. ഞാൻ ഈ ഇ ഡിയെ സംസാരിച്ചല്ലോ. 7 പ്രാവശ്യം MLA ഒരാളാ ഞാൻ, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അവര് MLA ആയിട്ട് നിന്നെ കണക്കാക്കില്ല. അവര് എന്നെ കണക്കാക്കി ഒരു ഇന്ത്യൻ പൗരൻ എന്നതിൽ കണക്കാക്കി എന്നെ സംസാരിച്ച് സംസാരിച്ച് എല്ലാ എന്നെ മേജ്മെന്റിൽ എടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അതിലൊരു IFS കാരനാണ്, അതിൽ IRS-കാരൻ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ തമിഴ്നാട്ടുകാരൻ. അത് കഴിഞ്ഞപ്പോ ആളെ കൊട്ടി വനിക്കാറുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ തെളിവെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോ അതുവരെ എന്നോട് സ്നേഹം അയാൾ കാണിച്ചില്ല. അങ്ങനെയുള്ള ഇ ഡി ആണ്. ഇ ഡി ഒരു വെച്ച് ശരിയുണ്ടാവുന്ന എന്റെ വിചാരം. വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ് പ്രതികരിച്ചതിന്. വിനേഷ്, തീർച്ചയായും നേരത്തെ അടക്കം ഈ ഫാരിസ് അബൂബക്കർ അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയവുമായി ഒന്നും ബന്ധമില്ല എങ്കിലും പി സി ജോർജ് സൂചിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണം, അതിനുശേഷം നേരിട്ട് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആ വസതിയിലൊക്കെ എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത പശ്ചാത്തലം, ഇതിനു മുമ്പ് പാർട്ടി ചാനൽ തന്നെ ഫാരിസ് അബൂബക്കറിനോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം, CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായ PS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് ഇതേ ഫാരിസ് അബൂബക്കറിനെ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിച്ചതുകൂടിയാണ്. അതേ വെറുക്കപ്പെട്ടവരോട് തന്നെയാണ് ഈ പറയുന്ന മറ്റു നേതാക്കൾ വലിയ അടുപ്പമൊക്കെ പുലർത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന അത് രാഷ്ട്രീയമായി ഒരു പക്ഷേ ബന്ധമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്കെല്ലാം ഒഴിഞ്ഞു മാറാൻ സാധിച്ചേക്കാം, എങ്കിൽ പോലും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അഭിലാഷ്, അതായത് ഈ ഫാരിസ് അബൂബക്കറിൻ്റെ ഈ വീട്ടിലും അതുപോലെ തന്നെ ഓഫീസുകളിലും പരിശോധന നടത്തുന്നത് നമുക്കറിയാം. ഇയാളുടെ പേരിൽ ഇപ്പോൾ പി സി ജോർജ് ഉന്നയിച്ച പോലെ തന്നെ നിരവധി ആരോപണങ്ങൾ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് അന്ന് VS അച്യുതാനന്ദൻ ഉൾപ്പെടെ വെറുക്കപ്പെട്ടവനെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി LDF-ൽ നിന്ന് അന്ന് പിണങ്ങുകയും തുടർന്ന് ആ ഒരു കാലയളവിലാണ് മുഹമ്മദ് റിയാസ്, അതായത് ഇപ്പോൾ നമ്മുടെ മന്ത്രിയായ മുഹമ്മദ് റിയാസ് ഇവിടെ കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത്, അന്ന് MK രാഘവനെതിരെ മത്സരിച്ച സമയത്ത് ഫാരിസ് അബൂബക്കറിൻ്റെ നോമിനിയാണ് ഇയാൾ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വീരേന്ദ്രകുമാറും പാർട്ടിയും വലിയ രീതിയിലുള്ള പ്രചാരണം, അന്ന് ഒരു UDF-ലായിരുന്നു, വലിയ പ്രചാരണമൊക്കെ നടത്തുകയും അന്ന് വളരെ ചെറിയ വോട്ടിനാണ് യഥാർത്ഥത്തിൽ റിയാസ് അന്ന് പരാജയപ്പെടുന്നത്. അത്തരത്തിൽ CPM നേതാക്കളിലേക്ക് ഈ ഫാരിസ് അബൂബക്കറിൻ്റെ ബന്ധം കണക്ട് ചെയ്യുന്ന രീതിയിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ CPM-നെ പൊതുവെ നമുക്കറിയാം, ED ആയാലും ആദായ നികുതി വകുപ്പായാലും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സ്വാഭാവികമായും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ തോതിൽ ഇത്തരത്തിലുള്ള പരിശോധനകളും മറ്റും പരിശോധന നടത്തുകയും ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഫാരിസ് അബൂബക്കറിൻ്റെ ഓഫീസിലും വീട്ടിലും പരിശോധന നടത്തുന്നത്. ഇതിന് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഉണ്ടാവും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ ഫാരിസ് അബൂബക്കറിൻ്റെ CPM ബന്ധം അങ്ങനെയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ നുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം പുറത്തു വന്നിട്ടുള്ളതാണ്. പലപ്പോഴായിട്ട് ഇത് ചർച്ചയാവുകയും വിവാദമാവുകയും CPM-നകത്ത് തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവം കൂടിയായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നന്ദിയിലുള്ള വീട്ടിലും ഒപ്പം തന്നെ കൊച്ചിയിലുള്ള അയാളുടെ ഓഫീസിലും ചെന്നൈയിലുള്ള ഓഫീസിലുമാണ് ഈ ഫാരിസ് അബൂബക്കർ ഇപ്പോൾ ലണ്ടനിൽ ആണ് ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അദ്ദേഹം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോയേക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ED-യുടെ നടപടി ഇതിന് പിന്നാലെ ഉണ്ടാകും. ഒരുപക്ഷേ ED ഇയാളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം PC ജോർജിൻ്റെ പരാതിയിൽ അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി ED-യുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവും. എന്തായാലും ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ 3 സ്ഥലങ്ങളിൽ ഒരേ സമയം റെയ്ഡ് തുടരുകയാണ്. ഇത് വൈകുന്നേരം വരെ റെയ്ഡ് തുടർന്നേക്കാം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വാർത്തയുടെ വിശദാംശങ്ങളാണ് വിനേഷ് കുമാർ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ. മെഡിക്കൽ കോളേജ് ആശുപത്രി അറ്റൻഡന്റ് ശശീന്ദ്രൻ മയ്യന്നൂരാണ് പിടിയിലായത്. സ്ത്രീകളുടെ സർജിക്കൽ ICU-വിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കി എന്നാണ് പരാതി. വിനേഷ് കുമാർ തന്നെ ചേരുന്നു. വിനേഷ്, ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. അതായത് ഈ സർജിക്കൽ ICU-ൽ എത്തിയ യുവതിയെ ഇയാൾ പീഡിപ്പിച്ചു എന്നാണ് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കോഴിക്കോട് നഗരത്തിൽ വെച്ച് തന്നെയാണ് ശശീന്ദ്രനെ, അതായത് മയ്യന്നൂർ സ്വദേശിയായ ശശീന്ദ്രനെ
പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അയാളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, ഔദ്യോഗികമായ അറസ്റ്റും FIR തയ്യാറാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് നമുക്കിപ്പോൾ അല്പസമയത്തിനകം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമേ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർക്ക് അനുവദിക്കൂ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ ICUവിൽ ഈ ശസ്ത്രക്രിയയ്ക്കുള്ള അനസ്തേഷ്യ നൽകിയതിന് ശേഷം അവരുടെ മയക്കം പാതിയോളം മയക്കം വിട്ട നിലയിലായിരുന്നു. ആ സമയത്താണ് ഇയാൾ ഇങ്ങനെയൊരു ലൈംഗിക അതിക്രമം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഏറെക്കുറെ യുവതി നൽകിയിരിക്കുന്ന പരാതിയും അല്ലെങ്കിൽ ഇത് പരിശോധിച്ചപ്പോൾ ഇനി ഏറെക്കുറെ ഇത് സത്യമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെയും നിലപാട്. എന്തായാലും ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ ഈ സംഭവത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അഭിലാഷ്. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും സ്ത്രീക്ക് നേരെ ആക്രമണം. രാത്രി മരുന്ന് വാങ്ങാൻ സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്. ഉടൻ സഹായത്തിനായി പേട്ട പോലീസിനെ വിളിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. രാത്രി സ്റ്റേഷനിൽ എത്തി മൊഴി കൊടുക്കാൻ പോലീസ് ആവശ്യപ്പെട്ടുവെന്നും ആക്രമിക്കപ്പെട്ട സ്ത്രീ പറഞ്ഞു. പരാതി കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തിരുവനന്തപുരം പാറ്റൂർ മൂലവിളാകത്ത് തിങ്കളാഴ്ച രാത്രി മരുന്ന് വാങ്ങാൻ പോയ സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്. എന്റെ വീട്ടിലേക്ക് കയറാനായിട്ട് ടേണിങ്ങിലേക്ക് തിരിഞ്ഞതും ഇയാൾ എന്നെ കയറാൻ വണ്ടി എടുക്കാൻ സമ്മതിക്കാതെ ക്രോസ് ആക്കി വണ്ടി കൊണ്ടുവത്തിച്ചിട്ട് എൻ്റെ പ്രൈവറ്റ് പാർട്ടിലേക്ക് കടന്ന് പിടിക്കുകയാണ് ചെയ്തത്. വേദന കൊണ്ട് പൊളഞ്ഞ ഞാൻ ഇയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് നിന്നെ തൊട്ടാൽ എന്തു ചെയ്യുമടി എന്ന് ആക്രോശിച്ചുകൊണ്ട് എൻ്റെ മുടിക്ക് കുത്തി പിടിക്കുകയും അവിടെയുള്ള കരിങ്കൽ ചുമരിലേക്ക് എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയി എൻ്റെ ദേഹം മുഴുവനും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ ഉടൻ ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ മകൾ പേട്ട പോലീസിനെ സഹായത്തിനായി വിളിച്ചെങ്കിലും തണുപ്പൻ പ്രതികരണം. ഗൂഗിൾ സെർച്ച് ചെയ്ത് പേട്ട സ്റ്റേഷനിലെ നമ്പർ എടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, സാർ എൻ്റെ അമ്മയെ ആരോ ആക്രമിച്ചു, ഞങ്ങൾക്ക് വീട്ടിലാരുമില്ല, ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമാണുള്ളത്, ഇവിടം വരെ വരാമോ, വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആംബുലൻസ് എങ്കിലും അമ്മയെ ആശുപത്രി കൊണ്ടുപോയി അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണ്, മൂലവിളാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയല്ലാതെ എന്തെങ്കിലും സഹായം ചെയ്യാമെന്നുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. കേരളം വിടുകയാണെന്ന് ആക്രമണത്തിനിരയായ വീട്ടമ്മ. ഇവിടം സുരക്ഷിതമല്ല. ഇപ്പം എൻ്റെ മകള് പറഞ്ഞത് സത്യമായിട്ട് തോന്നി. മകൾ എപ്പോഴും പറയും ഇവിടം ശരിയല്ല, നമുക്ക് പോകാൻ പോകുന്നത്. പക്ഷെ ഞാനായിട്ടാണ് ഇവിടം വിട്ട് പോകാണ്ട് ഇങ്ങനെ നിന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം ഞാൻ കേരളം വിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോകുന്നതിന് തീരുമാനം. വ്യാഴാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയതിനു ശേഷമാണ് പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സ്ത്രീയുടെ പരാതി കൈകാര്യം ചെയ്തതിൽ പേട്ട സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരെ യഥാസമയം പരാതി അറിയിച്ചില്ല. കൃത്യനിർവഹണത്തിൽ ജാഗ്രത കാണിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. വഞ്ചിയൂരിൽ വീട്ടമ്മ ആക്രമിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ എന്ത് വൃത്തികേടും നടക്കുന്ന സാഹചര്യമാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. 3 ദിവസം മുമ്പ് അമ്മയും മകളും മാത്രം ഒരുമിച്ച് താമസിക്കുന്ന വഞ്ചിയൂരിൽ മരുന്ന് മേടിക്കാൻ പോയി തിരിച്ചു വന്ന അമ്മ ഒരു അക്രമിയെ ആക്രമിച്ചു. മകള് കരഞ്ഞു വിളിച്ച് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടും ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും പോലീസ് വരാൻ തയ്യാറായില്ല. പോലീസ് പറഞ്ഞു വേണമെങ്കിൽ ആശുപത്രി കിടക്കുന്ന പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കട്ടെ, മൊഴി കൊടുക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്ഥിതി. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെ ഉള്ളൊരു പോലീസ് സ്റ്റേഷനിലാണ് ഒരു സ്ത്രീ, മരുന്ന് മേടിക്കാൻ പോയ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ട് ആക്രമിക്കപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞത്. എന്തൊരു അപമാനകരമായ കാര്യമാണ്. കേരള സർവകലാശാലയ്ക്കെതിരെ പരാതി. പ്രസവിച്ച് 8ാം നാൾ യുവതിയെ വിളിച്ചു വരുത്തി. സർവകലാശാലയിൽ എത്താൻ സമ്മർദ്ദം ചെലുത്തിയത് ഡെപ്യൂട്ടി രജിസ്ട്രാർ. സംഭവത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥന്റെ ഈഗോ എന്ന ആക്ഷേപം. ഡെപ്യൂട്ടി രജിസ്ട്രാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ലോങ് ലീവിലായിരുന്ന യുവതി മെറ്റേണിറ്റി ലീവിന് അപേക്ഷിക്കാൻ മാർച്ച് 1 സർവകലാശാലയിലെത്തി ഹാജരായി. സെക്ഷൻ അനുവദിച്ചു നൽകിയെങ്കിലും അപേക്ഷ സമർപ്പിച്ചിട്ടും പ്രസവാവധി അനുവദിച്ചു നൽകിയില്ല. ഡെപ്യൂട്ടി രജിസ്ട്രാറെ നേരിട്ട് വന്ന് കാണുകയോ നേരിട്ട് അപേക്ഷിക്കുകയോ ചെയ്യാത്തതിനാലാണ് അപേക്ഷ പരിഗണിക്കാത്തതെന്ന് യുവതിയെ അറിയിക്കുകയും ചെയ്തു. നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് ഉദ്യോഗസ്ഥന്റെ ഈഗോയ്ക്ക് വഴങ്ങി യുവതി കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് മുന്നിൽ ഹാജരായത്.
അത് വളരെ ബുദ്ധിമുട്ടി അവിടെ നിൽക്കുകയും അതിന് യാതൊരു വിധത്തിലുള്ള പരിഗണന കൊടുക്കാതെ എന്നാൽ അതിനെ അവിടെ ഇരിക്കാൻ പറയുക പോലും ചെയ്യാതെയാണ് അതിനെ അവിടേക്ക് പോകണം ഇവിടേക്ക് പോകണമെന്ന് പറഞ്ഞത്. അത് തികച്ചും വളരെ നികൃഷ്ടമായ ഒരു ബാർബേറിയൻ കസ്റ്റമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് അനുവദിക്കാൻ പാടില്ല എന്നും അത് ഇനി മേലിൽ അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചത്. വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ രംഗത്തെത്തി. 7 ദിവസം പ്രായമായ കുഞ്ഞിനെ വീട്ടിൽ കിടത്തിയിട്ടാണ് ഈ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നത്. ഇത് ഒരു കേരള സമൂഹത്തിന് അപമാനകരമാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് തീർത്തും അപമാനകരമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ സമൂഹം ഉണരണം. വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഞങ്ങളൊരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പരാതി നൽകി കഴിഞ്ഞു. ഇടതുപക്ഷ സംഘടനയുടെ വനിതാ സബ് കമ്മിറ്റിയും വിഷയത്തിൽ കേരള സർവകലാശാല വിസിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കേവലം ഒരു നീതി നിഷേധം മാത്രമല്ല ഇത്, മാതൃത്വത്തോടുള്ള കടുത്ത അവഗണന കൂടിയാണ് കേരള സർവകലാശാലയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടുക്കിയിലെ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ ഭീതി വിതയ്ക്കുന്ന അരിക്കൊമ്പനെ പിടികൂടാൻ കുങ്കിയാനകൾ എത്തി. വിക്രം എന്ന കുങ്കിയാനയാണ് ആദ്യം എത്തിയത്. ചിന്നക്കനാൽ സിമന്റ് പാലത്തിന് സമീപം റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ആനയെ അവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് പിടികൂടാനാണ് വനംവകുപ്പിന്റെ പദ്ധതി. 14 മണിക്കൂർ യാത്ര ചെയ്താണ് കുങ്കിയാനയായ വിക്രമിനെ ചിന്നക്കനാലിലെത്തിച്ചത്. എങ്കിലും കാര്യമായ ക്ഷീണമൊന്നും ഉണ്ടായില്ല. വിക്രമിനോടൊപ്പം വനംവകുപ്പ് അസിസ്റ്റന്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷും എത്തി. ആനയ്ക്ക് ഇന്ന് വിശ്രമം നൽകും. വരും ദിവസങ്ങളിലായി മറ്റ് 3 കുങ്കിയാനകളും 26 അംഗ ദൌത്യസംഘവും ഇടുക്കിയിലെത്തും. ചിന്നക്കനാൽ സിമന്റ് പാലത്തിന് സമീപം റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ആനയെ അവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് പിടികൂടാനാണ് വനംവകുപ്പിന്റെ പദ്ധതി. ഇവിടെ അരിയും അനുബന്ധ സാധനങ്ങളും സൂക്ഷിക്കും. ഭക്ഷണം പാകം ചെയ്യുന്നതുൾപ്പെടെ ആൾതാമസമുണ്ടെന്ന് തോന്നിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ആനയെ പിടികൂടുന്നതിന് മുന്നോടിയായുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ ദേവികുളത്ത് നടക്കും. മാർച്ച് 25-ന് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പുഷ്പഗിരിയിൽ സ്കൂട്ടർ യാത്രക്കാരന് നേരെ കടുവകൾ പാഞ്ഞെടുത്തു. ഉദയഗിരിക്കും പുഷ്പഗിരിക്കുമിടയിൽ മൊബൈൽ ടവറിനോട് ചേർന്നായിരുന്നു സംഭവം. സമീപവാസിയായ മോബിന് നേരെയാണ് കടുവകൾ പാഞ്ഞെടുത്തത്. ടിപ്പർ ഡ്രൈവറായ മോബിൻ കട്ടപ്പനയ്ക്ക് പോകും വഴിയായിരുന്നു കടുവകൾ പാഞ്ഞെടുത്തത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് അധികൃതർ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വന്യമൃഗശല്യത്തിൽ ഭയന്ന് കഴിയുകയാണ് ഇടുക്കി മലയോരം. പുലിയും കടുവയും എല്ലാം ഗ്രാമീണ ജനതയുടെ ഉറക്കം കെടുത്തുകയാണ്. ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളായ വാത്തിക്കുടി, പടമുഖം, മാലിക്കുത്ത്, സേനാപതി തുടങ്ങിയ പ്രദേശങ്ങളും ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞുമല, അടയാളക്കല്ല് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളും ആഴ്ചകളായി ആശങ്കയിലാണ്. 10 ദിവസമായി പുലിയും കടുവയും ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. പലയിടങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും നാട്ടുകാരിൽ പലരും നേരിട്ട പുലിയെ കാണുകയും ചെയ്തു. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. രാത്രി കാലങ്ങളിലും പകല് പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഈ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് എന്ത് ചെയ്യും? ഇത് കാൽപ്പാടുകൾ ഇവിടെ നിത്യവും കാണുന്നുണ്ട്. രാത്രി പട്ടി കൊരയും പൂച്ചയുടെ ശല്യവും ഭയങ്കരമായിട്ടും പട്ടി കൊരച്ച് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാത്തത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി വരുന്നുണ്ട്. പുലി തന്നെയാണ് പ്രദേശത്തെത്തിയിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പതിവ് നടപടിയെന്ന നിലയിൽ ചിലയിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞുമലയിലും അടയാളക്കല്ലിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി. തോപ്രാംകുടി, മുരിക്കാശ്ശേരി, സേനാപതി എന്നിവിടങ്ങളിലും വന്യമൃഗങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കലിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഈ 10 ദിവസങ്ങളായിട്ട് പുലി ഇറങ്ങി ആടിനെയും പട്ടിയെയും മറ്റു മൃഗങ്ങളെയും എല്ലാം കൊല്ലുകയും ഒരു സ്ഥലത്ത് ഒരു ദിവസം കണ്ടാൽ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്ത് കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉചിതമായ യാതൊരു നടപടികളും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. അതിജീവനത്തിന് വേണ്ടി ജനങ്ങൾ പാടുപെടുമ്പോൾ വനം വകുപ്പും സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ ജനങ്ങൾ വലയുകയാണ്. സ്ഥിതി അതീവ ഗുരുതരമായിട്ടും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ നടപടികളൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തത് നാട്ടുകാർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ എ രാജ സുപ്രീം കോടതിയെ സമീപിക്കും. CPIM സെക്രട്ടേറിയറ്റിൽ ആണ് തീരുമാനം. നന്ദകുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നന്ദകുമാർ, ഈ വിഷയത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ തീരുമാനം. മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ? തീർച്ചയായും എന്തായാലും ഇത്തരത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റിൽ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എ രാജ ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനു മുമ്പും പല MLA-മാർക്കെതിരെ ഇത്തരം അയോഗ്യനാകുന്ന രീതിയിലേക്കുള്ള ഹർജികളും അതോടൊപ്പം തന്നെ വിധികളും ഹൈക്കോടതി ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഇത് സുപ്രീം കോടതിയിലേക്ക് പോവുകയും അത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. ഇത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് അടക്കമുള്ള MLA-മാരായിരുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരം നടപടികളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അന്നും കൊടിക്കുന്നിൽ സുരേഷ് സുപ്രീം കോടതിയിൽ പോവുകയും അവിടെ നിന്ന് അനുകൂല വിധി നേടിയെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ക്രിത്താർട്സ് രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു തീരുമാനം. അതായത് ഇത്തരത്തിൽ സംവരണ ജാതിയിൽപ്പെടുന്ന ആൾക്കാരുടെ രേഖകളൊക്കെ തന്നെ പരിശോധിച്ചിരിക്കുന്നതും സൂക്ഷിച്ചിരിക്കുന്നതും ക്രിത്താർട്സ് രേഖകൾ തന്നെയാണ്. ഈ രേഖകൾ വഴിയായിരിക്കും ഇനി ഇത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രേഖകൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ തന്നെയായിരിക്കും സർക്കാരിന്റെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ പട്ടികജാതി സംവരണത്തിന് CPM MLA ആയ ഇത്തരത്തിൽ എ രാജയ്ക്ക് അർഹതയില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ അർഹതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി വിധിയെ മറികടന്ന് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നത്. അഭിലാഷ്, തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയിൽ നിന്ന് വിധി പുറത്തു വന്നിരിക്കുന്നത്. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്. പട്ടികജാതി സംവരണത്തിന് നിലവിൽ ജയിച്ചു കയറിയ LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയ്ക്ക് അർഹതയില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിലെ അംഗമാണ് രാജ. പരാതിക്കാരനായിരുന്നത് UDF സ്ഥാനാർത്ഥി D കുമാറാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന D കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അദ്ദേഹത്തിന്റെ ഹർജിയിലാണ് ഇപ്പോൾ LDF-നെ തിരിച്ചടിയാകുന്ന ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ദേവികുളം തെരഞ്ഞെടുപ്പ് 2019 ദേവികുളം തെരഞ്ഞെടുപ്പ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. പട്ടികജാതി സംവരണത്തിന് എ രാജയ്ക്ക് അർഹതയില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, ദേവികുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വിജയം MLA-യുടെ യോഗ്യതയില്ല എന്ന കാരണത്താൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. സംവരണ സീറ്റിൽ എ രാജയ്ക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ എ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഈ ഹർജിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അത് ലഭ്യമായിട്ടുണ്ടോ? ഇതിൽ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പ്രധാനമായും എന്തൊക്കെയാണ്? സുവി, CN പ്രകാശ് ഏറ്റവും പ്രധാന വിവരങ്ങൾ നൽകും. നിയമകാര്യ ലേഖകൻ CN പ്രകാശ്, എന്താണ് കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ? ഇത്ര ഗൗരവമേറിയ തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് എന്ത് പശ്ചാത്തലത്തിലാണ്? രഞ്ജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം UDF സ്ഥാനാർത്ഥി D കുമാറാണ് എ രാജയുടെ വിജയം റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. നമുക്കറിയാം, ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത് അത് സംവരണ മണ്ഡലമാണ്. അവിടെ അദ്ദേഹം പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സംവരണ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന D കുമാർ ഹർജി നൽകിയത്. ആ ഹർജിയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നതാണ് എ രാജയ്ക്ക് എതിരായിട്ടുള്ള ആരോപണം. അത് ശരിവെച്ചുകൊണ്ടാണ് ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്.
ഏതായാലും ഇടുക്കി ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് ദേവികുളം. 2021 ഇവിടെ അഡ്വക്കേറ്റ് എ രാജ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയായി ജയിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി കുമാറാണ് ഇവിടെ പരാജയപ്പെട്ടത്. വാശിയേറിയ പോരാട്ടം നടന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് ഇവിടെ. നേരത്തെ വാർത്തയിൽ ഇന്ന് തുടരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. No, that is why when the Congress leader who goes abroad and speaks something denigrating India's democracy, India's judiciary, India's democratic institutions, they should feel ashamed of that. At least they should apologize to the people, apologize to the society. What stops them from doing that? So it is their stand that is created such a situation. But the Congress party talks about freedom of speech, saying that Rahul Gandhi is not allowed to speak in the parliament, and now we see that how a bishop who makes a statement, who speaks his heart out, is being attacked by the same Congress party. See, what they say about Rahul Gandhi not being allowed, I don't think that there was any such incident that he wanted to speak and the speaker denied him permission. The house didn't function. So when the house doesn't function, no member gets a chance to speak. Let the house function. For that, let Rahul Gandhi first apologize to the people of the country and to the parliament. എങ്ങനെ എന്തിനു വേണ്ടി? അങ്ങനെയുള്ള കാരണം ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയ ചർച്ചകൾ ഞങ്ങൾ നടത്താറുള്ളത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടാണ്. ക്രൈസ്തവ സഭയിൽ എല്ലാ ആശയഗതികളുമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഭ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്രൈസ്തവ സഭയുമായിട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. അല്ലല്ല, അങ്ങനെ ഞങ്ങൾ ചർച്ചകൾ നടത്തുകയല്ല. കോൺഗ്രസും CPM-ഉം ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണം, ആ ദുഷ്പ്രചരണത്തിന്റെ സത്യാവസ്ഥ തുറന്നു കാട്ടാനും ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും പരസ്പരം കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവ പുരോഹിതന്മാരുമായിട്ടും കൂടിക്കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CBCIയുടെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റെടുത്തതിന് ശേഷം ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഡൽഹിയിൽ വന്ന് പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടു. കോട്ടയത്ത് പോയപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡാജി അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരുമായിട്ട് ഒരുമിച്ച് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും പരസ്പരം അത് എല്ലാ സമുദായങ്ങളുമായിട്ടും നടത്തുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമായിട്ട് മാത്രമല്ല. Definitely, I feel that just because Prime Minister Narendra Modi is being portrayed as anti-minorities by the Congress, that argument is not being accepted by the Christian bishops and the minorities, is now an accepted fact. So Narendra Modi's acceptance is beyond communities and religion. I think those things will deal separately. I think that's not the subject of our briefing.
കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, ടോം മടക്കൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ബിജെപിയുടെ ദേശീയ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയത്. ബിഷപ്പിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ ഉള്ള ചർച്ച മതസാമുദായിക സംഘടനകളുമായി ഇപ്പോൾ ബിജെപി നടത്തിയിട്ടില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഖലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിനെ പിടികൂടാനുള്ള നീക്കം ശക്തമാക്കി പഞ്ചാബ് പോലീസ്. പഞ്ചാബിൽ വ്യാപകമായ പരിശോധന തുടരുകയാണ്. സംസ്ഥാനത്ത് ഉടനീളം ഫ്ളാഗ് മാർച്ചും നടത്തി. പലയിടങ്ങളിലും മുൻകരുതൽ എന്ന നിലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ അമൃത്പാൽ സിംഗിന്റെ അമ്മാവനും ഡ്രൈവറും ജലന്ധർ പോലീസിന് മുന്നിൽ കീഴടങ്ങി. പോലീസ് നടപടിയിൽ ഇതുവരെ വാരിസ്തെ പഞ്ചാബിന്റെ 112 പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. മൊബൈൽ, ഇന്റർനെറ്റ്, SMS നിരോധനം നാളെ വരെ നീട്ടി. അതേസമയം അമൃത്പാൽ സിംഗിനെ പഞ്ചാബ് പോലീസ് അനധികൃതമായി രഹസ്യകേന്ദ്രത്തിൽ തടവിലാക്കിയിരിക്കുകയാണ് എന്ന ഹർജിയിൽ ചണ്ഡീഗഡ് ഹൈക്കോടതി പോലീസിന് നോട്ടീസ് നൽകി. നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയം നാളെയാണ്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ ഖലിസ്ഥാന്റെ പതാക ഉയർത്തി. അക്രമം നടത്തിയതിൽ ഒരാൾ കസ്റ്റഡിയിൽ എന്ന സൂചന. സംഘർഷത്തിൽ പങ്കെടുത്ത ആളാണ് പിടിയിലായത് എന്നാണ് റിപ്പോർട്ട്. സംഭവത്തിന് പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസുമായി ഹൈക്കമ്മീഷൻ ചർച്ച നടത്തും. പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനെ പോലീസ് അനധികൃതമായി തടവിൽ വെച്ചിരിക്കുകയാണ് എന്ന് ആരോപിച്ചായിരുന്നു ഖലിസ്ഥാൻ അനുകൂലികളുടെ പ്രകടനം. സംഭവത്തിൽ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ പ്രതികരിച്ചത്. UK-യുടെ നിസ്സംഗ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു. ഭരണപ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. അദാനി വിഷയത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ലണ്ടൻ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യം ഭരണപക്ഷവും ഉന്നയിച്ചു. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണി വരെ നിർത്തിവെച്ചു. ഡൽഹി മദ്യനയക്കേസിൽ BRS നേതാവ് കെ കവിത EDക്ക് മുന്നിൽ ഹാജരായി. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ചാണ് EDക്ക് മുന്നിൽ ഹാജരായത്. കഴിഞ്ഞ തവണ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് ഹാജരായത്. കവിതയ്ക്ക് ഒപ്പം സഹോദരനും തെലങ്കാന മന്ത്രിയുമായ KT രാമറാവുവും ഡൽഹിയിൽ എത്തിയിരുന്നു. സംയുക്ത കിസാൻ മോർച്ച ഡൽഹി രാംലീല മൈതാനത്ത് കിസാൻ മാർച്ച് സംഘടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 100 കണക്കിന് കർഷകർ ഒത്തുകൂടി. മിനിമം താങ്ങുവില സംബന്ധിച്ച നിയമപരമായ ഉറപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനം ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പെൻഷൻ കടം എഴുതിത്തള്ളൽ, കർഷക സമരത്തിനിടെ മരിച്ചവർക്കുള്ള നഷ്ടപരിഹാരം, വൈദ്യുതി ബിൽ പിൻവലിക്കൽ എന്നിവയും കർഷകരുടെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് സൗജന്യ വൈദ്യുതിയും ഗ്രാമീണ കുടുംബങ്ങൾക്ക് 300 യൂണിറ്റ് വേണമെന്ന ആവശ്യവും യൂണിയൻ ആവർത്തിച്ചു. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യം സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മേയർ M. അനിൽകുമാർ. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിധിയിൽ പരാമർശിച്ച സാഹചര്യത്തിൽ കൂടിയാലോചന വേണമെന്നും മേയർ പറഞ്ഞു. ഇല്ല, അപ്പീൽ ഞങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് എവിടെ കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുമായി ആലോചിക്കണം. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ടല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു അഗ്രീഡ് പാർട്ടിയാണ് പല കാര്യങ്ങളിലും. അപ്പൊ തീർച്ചയായിട്ടും വളരെ കൃത്യമായി ആലോചിച്ചേ ചെയ്യുള്ളൂ. കാരണം നികുതിദായകരുടെ പണമാണല്ലോ ഈ കൊടുക്കാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ. അട്ടിമറിയാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണ പുരോഗതിയാണുള്ളത്. അപ്പോൾ അന്വേഷണ പുരോഗതി ഞാൻ DGP അറിയിക്കും, ചീഫ് സെക്രട്ടറി അറിയിക്കും. തുടങ്ങിയുള്ള സ്ഥിതിക്ക് ആക്ച്വലി പൂർണ്ണമായി സകല കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന 48 പേരുണ്ടായിരുന്നു. 48 എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ മുഴുവൻ സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മൾ നോക്കിയിട്ടുണ്ട്. CCTV 6 ക്യാമറകൾ നമ്മൾ കിട്ടിയിരുന്നു. അത് മുഴുവൻ നമ്മൾ പരിശോധിക്കുകയായി. പിന്നെ അവിടെ കംപ്ലീറ്റ് ആൾക്കാരുടെ മൊബൈൽ ഫോണുകളും മറ്റൊന്നും കോൾ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ പരിശോധിക്കുകയായി. FSL 8 മെമ്പർ വന്ന് FSL ടീം പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷൻ സംഘടിപ്പിച്ച വികസന സെമിനാർ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ബ്രഹ്മപുരം മാലിന്യ കരാറുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണ വിധേയനായി മേയർ പങ്കെടുക്കുന്ന പരിപാടികളോട് സഹകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. സെമിനാർ നടക്കുന്ന ടൗൺ ഹാളിന് പുറത്ത് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധ സമരം തുടരുകയാണ്.
ബ്രഹ്മപുരത്തെ മാലിന്യമലയ്ക്കുള്ള തീപിടുത്തത്തിന് ശേഷം കൊച്ചിൻ കോർപ്പറേഷനിലെ കൗൺസിൽ നടപടികൾ ഇതുവരെയും ശാന്തമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അതിന്റെ പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. നമ്മളുള്ളത് കൊച്ചിൻ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന വികസന സെമിനാർ എറണാകുളം ടൗൺ ഹാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. ടൗൺ ഹാളിൽ അല്പസമയം മുൻപ് മേയർ എം അനിൽകുമാർ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഇനി വരാനിരിക്കുന്ന വികസന പദ്ധതികൾ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. പക്ഷേ പ്രതിപക്ഷം ഒന്നടങ്കം അത് ബഹിഷ്കരിച്ചുകൊണ്ട് കോർപ്പറേഷൻ പ്രതിപക്ഷ അംഗങ്ങൾ ടൗൺ ഹാളിന് പുറത്ത് ഇപ്പോൾ സമരം നടത്തുകയാണ്. രാവിലെ മുതൽ ഇവരുടെ സമരം തുടരുന്നുണ്ട്. പ്രധാനമായും തന്നെ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 100 കോടി രൂപയുടെ പിഴ ഉത്തരവ്, അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന അഴിമതിയായ ആക്ഷേപങ്ങൾ, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ സമരം നടത്തുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഒരു ആക്ഷേപങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ വികസന സെമിനാറിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. അത്തരം സെമിനാറുകൾ എന്തിനു നടത്തുന്നു എന്നതാണ് കുറച്ചുകൂടി ക്രിയാത്മകമായ ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൗൺസിലർമാരെ അടക്കം തല്ലിച്ചതച്ചൊരു നടപടികൾ ഉണ്ടായിരിക്കുന്നു. ഈ നടപടികൾ എല്ലാം തന്നെ തുടരുമ്പോൾ ഈ രീതിയിലുള്ളൊരു വികസന സെമിനാറിന് യാതൊരുവിധ സ്ഥാനവുമില്ല എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വരും ദിവസങ്ങളിലടക്കം സമരം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. ഷുഹൈബ് വധക്കേസിലെ 1-ാം പ്രതി ആകാശ് തില്ലങ്കേരിക്ക് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തള്ളി. തലശ്ശേരി 3-ാം അഡീഷണൽ ജില്ലാ കോടതിയാണ് ഹർജി തള്ളിയത്. ജാമ്യ വ്യവസ്ഥ ആകാശ് ലംഘിച്ചു എന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാറിന്റെ വാദം. കാപ്പ ചുമത്തിയതിനെ തുടർന്ന് ആകാശ് നിലവിൽ വിയ്യൂർ ജയിലിൽ ആണുള്ളത്. ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് അങ്ങാടിപ്പുറം തിരുമാന്നാംകുന്ന് ക്ഷേത്രം ഓഫീസ് കെട്ടിടത്തിന്റെ പെയിന്റ് മാറ്റിയടിച്ചു. കെട്ടിടത്തിന് പച്ച നിറം അടിച്ചു എന്നായിരുന്നു ഹിന്ദു സംഘടനകളുടെ ആരോപണം. ഇതിനു പകരം ചന്ദന നിറമാണ് പുതുതായി അടിച്ചിരിക്കുന്നത്. ഈ മാസം 28-നാണ് വള്ളുവനാടിന്റെ ദേശോത്സവമായ അങ്ങാടിപ്പുറം പൂരം തുടങ്ങുന്നത്. പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രം പെയിന്റ് അടിച്ചതാണ് ഹിന്ദു സംഘടനകൾ വിവാദമാക്കിയത്. ഓഫീസും വഴിപാട് കൗണ്ടറും ഉൾപ്പെടുന്ന കെട്ടിടം പച്ച പെയിന്റ് അടിച്ചു എന്നായിരുന്നു ആക്ഷേപം. ഇപ്പം നിങ്ങൾ കയറി ചെല്ലുമ്പോൾ കാണാൻ നിങ്ങളൊരു പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. നിങ്ങൾക്ക് ആ ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കാം. അതും കൂടി വന്നതോട് കൂടിയിട്ട് ജനങ്ങൾക്ക് പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി. പ്രതിഷേധിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്ത മീഡിയ സോഷ്യൽ മീഡിയയാണ്. കഴിഞ്ഞ വർഷം അടിച്ച അതേ നിറം അല്പം കടുപ്പം കൂട്ടിയാണ് അടിച്ചത്. നിറം തിരഞ്ഞെടുത്തത് താൻ തന്നെയാണെന്ന് പെയിന്റിംഗ് കോൺട്രാക്ട് എടുത്ത വിനയൻ പറയുന്നു. പക്ഷെ അത് പള്ളിയുടെ പച്ചയല്ല. എത്രയോ വീടുകൾക്ക് ഞങ്ങളിത് ബോർഡർ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ തിരൂർക്കാട് പള്ളിയുടെ ഒരു കളർ അടിച്ചിട്ടുണ്ട്. അത് ഒന്ന് വേണമെങ്കിൽ പോയി കാണാം. അപ്പോൾ പച്ചയുടെ മാറ്റം എന്താന്ന് പിന്നെ ഒന്നാമത് തോന്നാൻ കാരണം അവിടെ ഡാർക്കാണ്, വെളിച്ചം അങ്ങനെ തട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ പച്ചയ്ക്ക് ഒന്നും കൂടി ഒരു ഇരുട്ടിക്ക് തോന്നുന്നത്. ഇത് പച്ചയല്ല, ഇത് പീക്കോക്ക് കളറാണ്. അപ്പോൾ അത് ഈ ഇരുട്ട് സമയത്താകുമ്പോൾ നമുക്കൊരു പച്ച തോന്നും. അപ്പോൾ അത് തുറന്ന സ്ഥലത്താണ് അടിക്കുകയാണെങ്കിൽ പീക്കോക്ക് തന്നെയാണ് കളറ്. ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഏറെ വൈകാതെ തന്നെ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി. ചന്ദന നിറമാണ് പുതുതായി ദേവസ്വം കെട്ടിടത്തിൽ അടിച്ചിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. റമദാൻ കാലത്ത് ചായക്കടകൾ അടച്ചിടണമെന്ന് ഒരു സംഘം ആളുകൾ നിർദ്ദേശിച്ചതായി കോഴിക്കോട് മുഖദാർ ബീച്ചിലെ കച്ചവടക്കാരുടെ പരാതി. കടകൾ തുറന്ന് അടിച്ചു പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കടക്കാർ പറയുന്നു. മുഖദാർ ബീച്ചിൽ ചായയും പലഹാരങ്ങളും ഉപ്പിലിട്ടതുമൊക്കെ വിൽപ്പന നടത്തുന്ന ഒരുപാട് കടകളുണ്ട്. തീരദേശ പാതയോരങ്ങളിലെ കെട്ടിമറച്ച ഇത്തരം കടകൾ നടത്തുന്നത് പ്രദേശത്തുകാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കുറച്ചാളുകൾ കടകളിലെത്തി ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. കച്ചവടം ചെയ്യണമെന്നുള്ള അഭിപ്രായം നമ്മുടെ ജീവിതമാർഗ്ഗം എന്നാണ്. അവരനുവദിക്കില്ല എന്ന് പറയണേ. അവരിത് അടിച്ചു പൊളിക്കുന്ന പറയണേ. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? നമുക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഡിസ്ക് പ്രോബ്ലം. വൈകുന്നേരം നോമ്പ് തുറന്നാലും കടകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം. കടകൾ തുറന്നാൽ ബീച്ചിൽ വൈകുന്നേരം പതിവ് പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടമായെത്തും. റമദാൻ മാസത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മഹലിന്റെ പേരു പറഞ്ഞെത്തിയവർ അറിയിച്ചതെന്നും ആരോപണമുണ്ട്. ചില ഇവിടുത്തെ താമസക്കാർക്ക് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയാൻ വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ സുഹൃത്തുക്കളാണ്. അത് കണ്ട് സഹിക്കാൻ കഴിയാത്ത സൈസ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നടക്കണേൽ അപ്പോൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സുഹൃത്തുക്കളായിട്ട് ആ ഭാഗത്ത് വന്ന് ഇരുന്നിട്ട് ചില പോലും വെള്ളം കുടിക്കാൻ പൂടിയിലേക്ക് വന്നാൽ ഈ പൂടി ഉണ്ടായിട്ടാണ് അവരവിടെ ഇരിക്കുന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ ചില ആളുകൾക്ക്. മഹല്ലിൽ നിന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് മുഖദാറിലെ കടക്കാർ പറയുന്നു.
കടക്കാരെ ഭീഷണിപ്പെടുത്തിയതിനു പിന്നിൽ മതമൗലികവാദികളാണെന്നാണ് ആരോപണം. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പേരിലാണ് മതവും സദാചാരവും ഒക്കെ കൊണ്ടുവന്ന് ചിലർ പാവങ്ങളുടെ നെഞ്ചത്തടിക്കുന്നത്. ഇത്തരം ഫത്വകൾക്കെതിരെ മതപണ്ഡിതന്മാർ തന്നെ മുന്നിട്ടിറങ്ങി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയായി മെഡിക്കൽ ട്രസ്റ്റ് സ്വാന്തന പരിചരണ രംഗത്തേക്ക്. കിടപ്പ് രോഗികൾ, വയോധികർ എന്നിവർക്ക് മൂല്യവർദ്ധിതമായ പരിചരണം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബി MP മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. ക്രിട്ടിക്കൽ കെയർ അടക്കം കൊച്ചി നഗരത്തിലെ ഏറ്റവും അധികം വിജയനിരക്കുള്ള ആശുപത്രിയാണ് മെഡിക്കൽ ട്രസ്റ്റ് എന്ന് ഹൈബി പറഞ്ഞു. സാധാരണക്കാര് എറണാകുളത്ത് ആശ്രയിക്കുന്ന ഹോസ്പിറ്റൽസിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു സക്സസ് റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്തുന്ന രോഗികളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ട്രോമ കെയർ, ഇമ്മീഡിയറ്റ് ഹെൽപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു സക്സസ് റേറ്റ് വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആശുപത്രിയിലെ മറ്റൊരു വിഭാഗം എന്നതിലപ്പുറം നാടിനോടുള്ള പ്രതിബദ്ധത കൂടിയാണ് പാലിയേറ്റീവ് കെയർ എന്ന് മെഡിക്കൽ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PV ലൂയിസ് പറഞ്ഞു. ഇതൊരു സോഷ്യൽ ഒബ്ലിഗേഷനാണ് മെഡിക്കൽ ട്രസ്റ്റിന്റെ വക. ഇതൊരു കമേഴ്ഷ്യൽ വെഞ്ചർ അല്ല. സത്യം പറഞ്ഞ എന്തോരം പേര് നമ്മുടെ പഴയ പേഷ്യൻസ് ആയിരിക്കും, അവർ വയസ്സായി, അവർക്ക് ക്യാൻസർ വന്ന് അവർക്ക് സഹായം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നോക്കാൻ ആളില്ല, അവർ വേദന കൊണ്ട് സഹിക്കുകയാണ്. ഇവർക്ക് മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു സൊസൈറ്റിക്കുള്ള ഒരു സോഷ്യൽ ഒബ്ലിഗേഷനായിട്ട് ഏറ്റെടുത്തേക്കുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. മെഡിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഡയറക്ടർ ഡോക്ടർ PV തോമസ്, ഫിനാൻസ് ഡയറക്ടർ PV സേവ്യർ, ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ വരുൺ രാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബിജു ഗോപിയുടെ നേതൃത്വത്തിലാണ് സാന്ത്വന പരിചരണ വിഭാഗം പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.